പക്ഷേ ഇന്ന് വലിയൊരു മുസീബത്തുണ്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത് റീലിന് വേണ്ടിയായി പോകുന്നു. ഏത് നന്മ ചെയ്യുകയാണെങ്കിലും സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയായി തീരുന്നു. നമ്മളുടെ കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും മാലോകരെ കാണിക്കുന്ന ഒരു പ്രത്യേകമായ ദുശ്ശീലമുള്ളവരായി മുഅ്മിനീങ്ങൾ മാറിപ്പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, പേടിക്കണം, ഭയപ്പെടണം. പുതിയൊരു ശീലമുണ്ട്. എന്താണത്? ഗിഫ്റ്റ് കൊടുക്കുന്ന ശീലം. എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ബാപ്പക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യക്ക്, എൻ്റെ ജ്യേഷ്ഠന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി സ്വദഖ. എൻ്റെ ഉമ്മാക്ക് ഒരു ഗിഫ്റ്റ് നീ ആരും അറിയണ്ട, നീ കൊണ്ടു കൊടുത്താൽ ആ ഉമ്മാന്റെ ഖൽബിൽ നിന്നോട് വലിയ സന്തോഷം ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അത് സ്വദഖയാണ്, നല്ല കാര്യം. പക്ഷേ നിന്റെ ഉമ്മാന്റെ ചിത്രം എടുത്ത് വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയകളിൽ വൈറലാകാൻ വേണ്ടിയാണ് നീ കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലമില്ല. എന്ന് മാത്രമല്ല, നിന്റെ ഉമ്മയുടെ ചിത്രം, ഫോട്ടോ, വീഡിയോ ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിച്ചതിന്റെ ഹറാമിന്റെ ശിക്ഷ ഓ ചെറുപ്പക്കാരാ നീ ഏൽക്കേണ്ടി വരും. മഅദല്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. ഇഫ്താറിന് നല്ല വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരപാനീയങ്ങളുണ്ട്, നല്ല ഫ്രൂട്ട്സുകളുണ്ട്, പലഹാരങ്ങളുണ്ട്. മോനെ അതൊന്ന് വീഡിയോയിൽ പകർത്ത്. റീലെടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹ് കബൂലാക്കൂല. ആ രൂപത്തിലാണ് നമ്മളുടെ ഈ ഒരു പ്രകടനപരത നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ വെള്ളത്തിലാകും. അള്ളാഹുവിങ്കലിലേക്ക് എത്തുമ്പോ ഒന്നും നേടാനുണ്ടാവൂല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.